നമ്മുടെ ഡോക്ടർ ശങ്കരപിള്ള സാറിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിന് നമ്മുടെ തിരുവിതാംകൂറിലെ വെള്ളാള സമുദായത്തെക്കുറിച്ചുള്ള സമുദായത്തിൻ്റെ ചരിത്രകാരൻ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ വെള്ളാള സമുദായത്തെക്കുറിച്ചൊക്കെ വളരെ സുദീർഘമായ പഠനങ്ങൾ നിർവഹിക്കുകയും നല്ല ആധികാരികമായ പഠനം നിർവഹിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാണ്, നേരിട്ട് കാണണം എന്ന് വിചാരിച്ചാണ് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് കേണൽ രാജഗോപാലുമായിട്ട് ഇന്നിവിടെ പൊൻകുന്നത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയത്. വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് ഒന്ന് നേരിൽ കണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള, അത് ഇന്ന് സാധിച്ചു. അത് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്ക് മറ്റൊരു ചരിത്രകാരനായിട്ടുള്ള വെള്ളാള സമുദായത്തിൻ്റെ വലിയൊരു ചരിത്രകാരനായിട്ടുള്ള ശ്രീ നന്ദ്യാട്ട് സോമൻ, അദ്ദേഹത്തെ കാണാൻ, ഡോക്ടർ നന്ദ്യാട്ട് സോമൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹം ശങ്കരപിള്ള സാറ് തിരുവനന്തപുരത്ത് വന്നപ്പോഴും എന്നെ വിളിച്ചപ്പോൾ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. അതൊരു വലിയൊരു ദുഃഖമായിപ്പോയി. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ കാണണം, അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇന്ന് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ കുടുംബ വീട്ടിൽ വന്നു. അതായത് ഈ ചരിത്രകാരൻ എന്ന് പറയുന്ന പോലെ തന്നെ ചരിത്രകാരൻ്റെ വീടും അതുപോലെ തന്നെ ഒരു ചരിത്രത്തോട് താല്പര്യമുള്ള ഒരു വ്യക്തി ഇവിടെ ഒരു വാസഗ്രഹവും അതുപോലെ തന്നെയാണ് മനോഹരമായിട്ട്. അതാണ് ഏറ്റവും ആകർഷിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് കേണൽ എസ് രാജഗോപാൽ, ഇദ്ദേഹം മാവേലിക്കര നമ്മുടെ പുന്നമൂട് എന്ന് പറയുന്ന മാവേലിക്കരയുടെ ഹൃദയഭാഗത്തിരിക്കുന്ന പുന്നമൂട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അവിടെയാണ് അദ്ദേഹത്തിൻ്റെ തറവാട്. പുന്നമൂട് തന്നെ പുതുമംഗലം എന്ന് പറയുന്ന വീടാണ് അദ്ദേഹത്തിന്. ഞങ്ങൾ ഇന്ന് ശങ്കരപിള്ള സാറിനെ കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഇന്ന് കാനത്ത് വരണോ പൊൻകുന്നത്ത് വരണോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം ഒരു കാര്യം, അപ്പോൾ പൊൻകുന്നത്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് മാവേലിക്കരയിൽ നിന്ന് നേരെ ഇവിടെ പൊൻകുന്നത്ത് എത്തി. കണ്ടുപിടിക്കാൻ ഒരു വിഷമവും തോന്നിയില്ല. കാരണം ഞങ്ങൾ വരുന്ന വഴിയിൽ ഞാൻ രണ്ടിടത്ത് ചോദിച്ചു, രണ്ട് സ്ഥലത്ത് ചോദിച്ചപ്പോൾ രണ്ടിടത്തും അവർ കൃത്യമായി പറഞ്ഞു ഇന്ന സ്ഥലമാണ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ശങ്കരപിള്ള സാറിനെ കുറിച്ച് അദ്ദേഹം ഡോക്ടർ എന്നതിന് അപ്പുറത്തേക്ക് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കും പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കും ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്കും അറിയാനും സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കോട്ടയത്തിൻ്റെതായ ഒരു അക്ഷരനഗരി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അക്ഷരത്തോട് താല്പര്യമുള്ള ഒരു ആൾക്കാരൊക്കെ ആ ഒരു പഴയ ആളുകളെയും എഴുത്തുകാരെയൊക്കെ ഓർമ്മിക്കുന്നു, അല്ലെങ്കിൽ അവരെയൊക്കെ വീടുകൾ ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയുന്നു എന്നുള്ള വലിയൊരു സന്തോഷമാണ്. കാരണം ഇതൊന്നും നമ്മുടെ തിരുവനന്തപുരത്ത് ഇതൊന്നും പരിചയമുള്ള വീടല്ല. വളരെ എത്ര പ്രശസ്തരായ ഒരു വ്യക്തിയായാൽ പോലും തിരുവനന്തപുരം നഗരത്തിൽ വന്നിട്ട് ഒരാളുടെ വീടൊക്കെ ചോദിക്കാനെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തരാനോ ചൂണ്ടിക്കാണിച്ച് തരാനോ ഒന്നും അവിടെയുള്ളവർക്ക് കഴിയാറില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോകും.